മുളക് കൊണ്ട് മുളക് ബജി മാത്രമല്ല ഉണ്ടാക്കാം, നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ. ഇതിനു വേണ്ടി മുളകൊന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾവശമൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു 2 സവാളയാണ് ചേർത്തിരിക്കുന്നത്. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും, അതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി അതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരണ്ട, അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ മിക്സ് കട്ട് ചെയ്തെടുത്ത് ബജി മുളകിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു 3 എണ്ണത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ചീസാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മൊസറല്ല ചീസാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഈ മുളക് 3 എണ്ണം വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി അതൊന്ന് തുറന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഈ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടണം. ഇടയ്ക്ക് അതിനെ ഒന്ന് സൈഡിലോട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം മുളക് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടുള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുന്നവരെ അതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്റ്റഫ്ഡ് മുളക്. വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.